സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം ഏത്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോ. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോ. ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആര്? ഷെയ്ൻ വാട്സൺ. ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ. ഐസ്ലൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായത് ആര്? ഹല്ല തോമസ് ദോത്തീർ. ഐസ്ലൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായത് ആര്? ഹല്ല തോമസ് ദോത്തീർ. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് എന്ത്? റമാൽ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് റമാൽ. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയതാര്? അടൂർ ഗോപാലകൃഷ്ണൻ. 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ ആര്? ശ്രീനിവാസ് ആർ കുൽക്കർണി. 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ ആര്? ശ്രീനിവാസ് ആർ കുൽക്കർണി. കിഴക്കിൻ്റെ നോബൽ എന്നാണ് ഷാ പ്രൈസ് അറിയപ്പെടുന്നത് കേട്ടോ. കിഴക്കിൻ്റെ നോബൽ എന്ന് അറിയപ്പെടുന്നതും ഷാ പ്രൈസാണ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം ഏത്? സ്പെയിൻ. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം ഏത്? സ്പെയിൻ. ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. ഇത് ആരുടെ കൃതിയാണ്? BRP ഭാസ്കർ. BRP ഭാസ്കറുടെയാണ് ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടെ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏത്? സെമെരു. ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടെ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏത്? സെമെരു. മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ എന്താണ്? മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2024 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൃതികളുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തുളസീദാസ് രചിച്ച രാമചരിതമാനസ്, വിഷ്ണു ശർമ്മ രചിച്ച പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധന രചിച്ച സഹൃദയലോകലോകന ഇവയാണ് 2024 ലോക മെമ്മറി ഓഫ് ദി വേൾഡ് റെക്കോർഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ. തുളസീദാസിൻ്റെ രാമചരിതമാനസ്, വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധന രചിച്ച സഹൃദയലോകന. ഓയിഡോക്ലാഡിയം സഹ്യാദ്രിക്കം എന്താണ്? ഓയിഡോക്ലാഡിയം സഹ്യാദ്രിക്കം. മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ആൽഗയാണ് ഓയിഡോക്ലാഡിയം സഹ്യാദ്രിക്കം. മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ആൽഗയാണ് ഓയിഡോക്ലാഡിയം സഹ്യാദ്രിക്കം. 2025 മെയ് 31 വരെ കേന്ദ്ര സർക്കാർ കാലാവധി നൽകിയ DRDO ചെയർമാൻ്റെ പേര്? ഡോക്ടർ സമീർ കാമത്ത്. 2025 മെയ് 31 വരെ കേന്ദ്ര സർക്കാർ കാലാവധി നൽകിയ DRDO ചെയർമാൻ്റെ പേര് ഡോക്ടർ സമീർ കാമത്ത്. രാജ്യത്ത് ആദ്യമായി രോഗവ്യാപന ശേഷി ഇല്ലാത്ത നിപ്പ വൈറസ് കണങ്ങളെ വികസിപ്പിച്ചെടുത്തത് എവിടെ? തിരുവനന്തപുരം. രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷി ഇല്ലാത്ത നിപ്പ വൈറസ് കണങ്ങളെ വികസിപ്പിച്ചെടുത്തത് എവിടെ? തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നയ്ക്കൽ. രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്വേ സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരണാസി. രാജ്യത്താദ്യമായി നഗര പൊതുഗതാഗത റോപ്വേ സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് വാരണാസി. ഉത്തർപ്രദേശിലാണ് വാരണാസി ഉള്ളത്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? റോട്ടർഡാം, നെതർലാൻഡ്സ്.
24 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? റോട്ടർഡാം, നെതർലൻഡ്സ്. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ആര്? ഹേംചന്ദ് മാഞ്ചി. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ഹേംചന്ദ് മാഞ്ചി. 2024 ലോക മാതൃദിനം എന്നായിരുന്നു? മെയ് 12. 2024 ലോക മാതൃദിനം മെയ് 12. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായിട്ട് ആചരിക്കുന്നത്. അത് 2024 മെയ് 12 ആയിരുന്നു. ആരാണ് മേരി സഹേലി? സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. മേരി സഹേലി ഏതൊരു വ്യക്തിയാണെന്ന് വിചാരിക്കും പെട്ടെന്ന്, പക്ഷേ അല്ല. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റയാളാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, കരസേനയുടെ പുതിയ മേധാവി. ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര്? റഫീഖ് അഹമ്മദ്. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ ആര്? വർഗീസ് കോശി. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. തെലങ്കാനയുടെ സംസ്ഥാന ഗാനം ഏത്? ഇപ്പോൾ തെലങ്കാനയുടെ ഗാനം മാറ്റിയിട്ടുണ്ട്. ആ ഗാനത്തിൻ്റെ പേര് ജയ ജയ ഹേ തെലങ്കാന. തെലങ്കാനയുടെ സംസ്ഥാന ഗാനം ജയ ജയ ഹേ തെലങ്കാന. ഓക്കെ, അടുത്തത് ദീപ കർമാകർ. ആരാണ് ദീപ കർമാകർ? ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാകർ. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാകർ. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആര്? ഇമ്മാനുവൽ സൗഭേരൻ. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ആനിമൽ ഇമ്മാനുവൽ, അങ്ങനെ ഓർത്താൽ മതി. ആനിമൽ ഇമ്മാനുവൽ. ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ഇമ്മാനുവൽ സൗഭേരൻ. ഫോബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആര്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടുന്ന വനിതാ താരം ആര്? സോഫി എക്ലൈസ്റ്റോൺ. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടുന്ന വനിതാ താരം സോഫി എക്ലൈസ്റ്റോൺ, ഇംഗ്ലണ്ട്. ഓക്കെ, അടുത്തത് എന്താണ് ശക്തി? ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ശക്തി. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ശക്തി. മെറ്റ AI എന്താണെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും. അടുത്തിടെ വാട്സപ്പിൽ ഉൾപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി സംവിധാനമാണ് മെറ്റ AI. എല്ലാവരുടെയും മൊബൈലിൽ ഒരു നീല വളയം കാണുന്നുണ്ടാവും. അടുത്തിടെ വാട്സപ്പിൽ ഉൾപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി സംവിധാനം മെറ്റ AI. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏത്? അസം സെക്രട്ടേറിയറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏത്? അസം സെക്രട്ടേറിയറ്റ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോട്? ആദ്യത്തെ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോട്? ആദ്യത്തെ. പോർച്ചുഗലിലെ ബ്രാഗയിൽ നടന്ന യുനെസ്കോ സർഗാത്മക സമ്മേളനത്തിൽ കോഴിക്കോടിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തത് മേയർ ബീന ഫിലിപ്പും കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനിയുമാണ്. മേയർ ബീനയും കോർപ്പറേഷൻ സെക്രട്ടറി ബിനിയുമാണ് പങ്കെടുത്തത്. 2023 ഒക്ടോബറിലാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചത്. മൈത്രി എന്താണ്? ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് മൈത്രി. ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് എന്ത്? മൈത്രി. ഓക്കെ, ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജൽപായ്ഗുഡി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
പശ്ചിമ ബംഗാൾ. 18ാം ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം എവിടെ വെച്ചാണ് നടന്നത്? കൊച്ചിയിൽ വച്ച്. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം നടന്നത് എവിടെ വച്ച്? കൊച്ചിയിൽ വച്ച്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ ഹൈക്കോടതി ഏത്? സിക്കിം ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ ഹൈക്കോടതി സിക്കിം. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന റൺസ് നേടുന്ന ആദ്യ ടീം ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന റൺസ് നേടുന്ന ആദ്യ ടീം ഇന്ത്യ. വിശ്രുതനായ ഏത് എഴുത്തുകാരൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജൂൺ 3 ആചരിച്ചത്? ഫ്രാൻസ് കാഫ്ക. വിശ്രുതനായ ഏത് എഴുത്തുകാരൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജൂൺ 3 ആചരിച്ചത്? ഫ്രാൻസ് കാഫ്ക. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി ഏത്? നാസ. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസ. 2024 ലോക പരിസ്ഥിതി ദിനാചരണ വിഷയം ലാൻഡ് റീസ്റ്റോറേഷൻ, ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. കൽക്കരി ഗ്യാസിഫിക്കേഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കസ്ത കൽക്കരി ഖനി. കൽക്കരി ഗ്യാസിഫിക്കേഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതി നടപ്പാക്കുന്നത് എവിടെയാണ്? കസ്ത കൽക്കരി ഖനി. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? എസ് മണികുമാർ. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഫാനം. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഫാനം. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ കൊച്ചി പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി പോഡ, മീൻസ് പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ കൊച്ചി പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി പോഡ. പോഡയുടെ ഫുൾ ഫോം പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ. കാർഗിൽ വിജയ് ദിവസിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത സ്മാരകം ഗലൂഭർ യുദ്ധസ്മാരകം. കാർഗിൽ വിജയ് ദിവസിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത സ്മാരകം ഗലൂഭർ യുദ്ധസ്മാരകം. കുനോ നാഷണൽ പാർക്കിന് പുറമെ ചീറ്റകളെ പാർപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ 2ാമത്തെ വന്യജീവി സങ്കേതം ഗാന്ധി സാഗർ. കുനോ നാഷണൽ പാർക്കിന് പുറമെ ചീറ്റകളെ പാർപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ 2ാമത്തെ വന്യജീവി സങ്കേതം ഗാന്ധി സാഗർ, മധ്യപ്രദേശ്.